പി ജയരാജൻ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിത്വം കൊണ്ടല്ല, അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിന് സുപരിചിതൻ. സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് തൊട്ടുശേഷമുള്ള ആദ്യ അഭിമുഖത്തിനായി അദ്ദേഹം നമുക്ക് മുന്നിലുണ്ട്. എതിരാളികൾക്ക് കടുത്ത എതിർപ്പുള്ളയാൾ, അനുകൂലികൾക്ക് അങ്ങേയറ്റം സ്നേഹമുള്ളയാളും. അദ്ദേഹം നമ്മോട് സംസാരിക്കാനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ച്, പ്രതീക്ഷിക്കുന്ന വിജയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. സ്വാഗതം ശ്രീ പി ജയരാജൻ. പ്രതീക്ഷിച്ച ഒരു പോരാട്ടത്തിനാണോ ഇറങ്ങുന്നത്? സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു? ഒരിക്കലുമില്ല. കാരണം വടകര മണ്ഡലം കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും LDF-ന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രാഷ്ട്രീയ പിൻബലമുള്ള ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കണം എന്ന് തീരുമാനിച്ചു. തീർച്ചയായിട്ടും ആ മണ്ഡലം LDF തിരിച്ചു പിടിക്കും. LDF-ന് നല്ല ഒരു വിജയം വടകര മണ്ഡലത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് എന്നെ മുന്നിൽ നിർത്താൻ പാർട്ടിയും LDF-ഉം തീരുമാനിച്ചു. അത് ഞാൻ സ്വീകരിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾ എല്ലാം നല്ല ജനകീയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഒരു നിര സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ CPM പ്രവർത്തകനായിട്ടുള്ള ഞാനും ഉൾപ്പെട്ടു. അല്ലാതെ എനിക്കെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്ത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇത്തവണ വടകരയിലടക്കം ആളുകൾ വോട്ട് ചെയ്യുക? നമ്മുടെ രാജ്യം മുമ്പ് ഒരു കാലത്തും അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഈ 31% വോട്ടിൻ്റെ പിൻബലത്തോടുകൂടി BJP അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയടക്കം കത്തിച്ചു കളയണം എന്ന് ആക്രോശിക്കുന്ന RSSൻ്റെ ഭ്രാന്തമായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭീഷണമായിട്ടുള്ള അവസ്ഥയുണ്ടായിരിക്കുകയാണ്. രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെ നാനാതരത്തിലുള്ള വെല്ലുവിളി, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ബുദ്ധിജീവികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ. കേരളമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാരം നടത്തിയിട്ടുള്ള നാനാവിധമായിട്ടുള്ള ആക്രമണങ്ങൾ. അതിൽ കായികമായിട്ടുള്ള ആക്രമണമുണ്ട്. ഒരു വർഗീയ കേരളമാക്കി മാറ്റുന്നതിനുള്ള RSS അജണ്ടയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇവയെല്ലാം രാജ്യത്ത് വലിയ വെല്ലുവിളിയായിട്ട്, ഭീഷണിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതാണ് വിശ്വസനീയമായിട്ടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ശക്തി എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. BJP സർക്കാർ വീണ്ടും വരരുത് എന്ന ആവശ്യവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം കേരളത്തിൽ മത്സരിക്കുന്നത്. അതാണ് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ ചെന്നാൽ നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് കൈ ഉയർത്തേണ്ടത്. അങ്ങനെയെങ്കിൽ പിന്നെ താങ്കളെ തെരഞ്ഞെടുക്കേണ്ടുന്ന സാഹചര്യം എന്താണ് വോട്ടർമാർക്ക് മുന്നിൽ? വർഗീയതയോടുള്ള ഒരു മൃദുത്വ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇത് രണ്ടും അടുത്ത കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? RSS BJP അനുകരിക്കലാണ്. ഗോരക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കടത്തുകാരെയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് പിടിച്ച് ജയിലിലടച്ചത്. അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം ദേശീയ സുരക്ഷാ നിയമമനുസരിച്ചാണ് BJPയെ വെല്ലുന്ന നിലക്ക് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു കക്ഷിക്ക് എങ്ങനെയാണ് മതനിരപേക്ഷവാദികളിൽ, ജനാധിപത്യവാദികളിൽ വിശ്വാസ്യതയുണ്ടാവുക എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇവിടെ RSS BJPക്കെതിരായിട്ട് ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പൊരുതിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഇവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ഇടതുപക്ഷം. അവിടെ സ്വാഭാവികമായിട്ടും ഒരു നരേന്ദ്രമോദി വിരുദ്ധ പക്ഷമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസിനായിരിക്കും അതിന് നേതൃത്വം കൊടുക്കാനുണ്ടാവുക. ഇടതുപക്ഷം അവരെ പിന്തുണക്കേണ്ടുന്ന സാഹചര്യമല്ലേ വരിക. അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെയൊന്നും കോൺഗ്രസ്സുകാർ പോകട്ടെ എന്ന് ജനം ചിന്തിച്ചാലോ? നേരത്തെ കോൺഗ്രസ് മഹാശക്തിയായിരുന്നു. സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചു, കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സ്ഥിതി എടുത്താൽ എടുക്കാതെ മുക്കാൽ പോലെയാണ്. ആ കോൺഗ്രസിന് ഇപ്പം ലോക്സഭയിൽ 16ാമത്തെ ലോക്സഭയിൽ എത്രയാ സീറ്റ്? 44 സീറ്റാണ്. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അതുകൊണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. എന്നാൽ കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയാണ്, BJP വിരുദ്ധ ശക്തിയാണ്.
കോൺഗ്രസിനെ പറ്റി CPM-നും ഇടതുപക്ഷത്തിനും എന്തെല്ലാം വിമർശനമുണ്ടെങ്കിലും BJP-യെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അയവേറിയിട്ടുള്ള സമീപനം സ്വീകരിക്കും എന്ന് വ്യക്തമാക്കി. നമുക്ക് വടകരയിലേക്ക് തന്നെ വന്നാൽ ഈ രാഷ്ട്രീയ എതിരാളികളുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ പരാജയപ്പെടാനല്ലേ സാധ്യത? പി ജയരാജൻ എന്ന വ്യക്തിത്വം ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുണ്ട്, പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിക്കും. അതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ പൊതുവായ്പ എതിർപ്പ് എനിക്കെതിരായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസും RSS BJP-യും തമ്മിൽ യോജിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള യോജിപ്പാവാം, അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നുള്ള കൂട്ടുകെട്ടാവാം. പക്ഷേ വടകര മണ്ഡലത്തിന് ഒരു ചരിത്രം കൂടിയുണ്ട്. മുമ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ ശ്രമിച്ചു. ഒരു സ്വതന്ത്ര വേഷം കെട്ടിച്ചിട്ടുള്ള ഒരാളെ നിർത്തി. എന്തായിരുന്നു വടകര മണ്ഡലത്തിലെ വോട്ടർമാർ അന്ന് പ്രതികരിച്ചത്? അതുപോലെയുള്ള പ്രതികരണം ഇത്തരമൊരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനോ അല്ലെങ്കിൽ തിരശ്ശീലക്ക് പിന്നിരുന്നുള്ള രഹസ്യമായിട്ടുള്ള ധാരണയിൽ കോൺഗ്രസും BJP-യും ശ്രമിച്ചാലോ ആ ഫലത്തിന്റെ ആവർത്തനമാണ് ഇത്തവണ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അത്തരം സംഗതി ഉണ്ടാകും, ഒരു കേന്ദ്രീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ എതിർപ്പുകൾ കേന്ദ്രീകരിച്ചാലും അവിടെ ഒരു ഫലവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഒരു ചൂടുകാലത്ത് അതിശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംഗതിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ താങ്കൾ അതിജീവിച്ച് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ ശരീരത്തിൽ അത് അടയാളങ്ങളായി കാണാനുണ്ട്? അത്തരം പ്രശ്നങ്ങളുണ്ടോ? ശാരീരികമായിട്ട് ഫിറ്റാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങാൻ ശാരീരികമായിട്ട് ഫിറ്റാണ് എന്ന് ഡോക്ടർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഇനിയുള്ളത് തിരക്കേറിയ ദിവസങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ എതിരാളികൾ അതിശക്തമായിട്ടായിരിക്കും ഈ ആക്ഷേപങ്ങൾ ഉയർത്തുക. താങ്കൾ ചില കൊലപാതക കേസുകളിൽ തന്നെ പ്രതിയാണ് അവരുടെ നോട്ടത്തിൽ, അതായത് അവരുടെ നോട്ടത്തിലല്ല, പ്രതിയാണ്. അത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നാൽ അതിജീവിച്ചു പോകാൻ എങ്ങനെയാണ് സാധിക്കുക? കേസിൽ പ്രതിയായതിൻ്റെ പേരിൽ എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തിൻ്റെ ഭാഗം കോൺഗ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ കാലത്ത് വീടിത്തൊഴിലാളിയായിട്ടുള്ള കുളങ്ങരോത്ത് രാഘവനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെയാണ് പിണറായി വിജയനെതിരായിട്ട് ധർമ്മടം മണ്ഡലത്തിൽ കൈച്ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത്. അവർക്ക് എൻ്റെ പേരുള്ള കേസിനെ പറ്റി പറയാൻ എന്താ ധാർമ്മികമായിട്ടുള്ള അവകാശം? RSS BJP-യുടെ നേതാക്കന്മാർ ഏതൊക്കെ കേസിൽ പ്രതികളാണ്. അപ്പം അതുകൊണ്ട് കേസിൽ പ്രതിയായതിൻ്റെ പേരിൽ അങ്ങനെ CPM-നെതിരായിട്ട് ഉന്നയിക്കാൻ യാതൊരു ധാർമ്മികമായിട്ടുള്ള അവകാശവും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല. അവിടെ നമ്മളിപ്പോൾ RMP അവരൊറ്റ ബ്ലോക്കായിട്ട് വോട്ട്, അവരുടെ വോട്ട്, BJP അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ, കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ, CPM-ന്റെ രാഷ്ട്രീയ വോട്ടുകൾ, ഇതിനെല്ലാം പുറത്തു നിൽക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള അതാത് സമയത്തെ രാഷ്ട്രീയങ്ങൾ നോക്കി പരിഗണിച്ച് ചെറിയ ചില സംഗതികൾ പോലും പരിഗണിച്ച് അപ്പോഴത്തെ വികാരത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് മുന്നിൽ പക്ഷേ ഈ പ്രചാരണമൊക്കെ വലിയ തോതിൽ യേശുന്ന സംഗതിയായിരിക്കില്ലേ? ഇതാ വന്നിരിക്കുന്ന ഒരു വലിയ ഐക്കൺ, ഈ സംഭവം, ഈ കുഴപ്പം പിടിച്ച സംഗതികളുടെയൊക്കെ ആകെ സൂത്രധാരൻ എന്ന് വന്നാൽ അതെങ്ങനെയാണ് ബാധിക്കില്ല? ഇത്തരം അപവാദ പ്രചരണങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായതോടുകൂടി തുടങ്ങിയതല്ല. അത് എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ അക്രമകാരികളാണ്, നിങ്ങൾ കൊലയാളികളാണ് എന്നൊക്കെ അവർ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ അവരുടെ മുന്നിൽ കാണുന്നുണ്ട് ആരാണ് ഇടതുപക്ഷം. ഈ ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തകന്മാർ നടത്തുന്ന പ്രവർത്തനം എന്താണ്? അത് ജനസേവനത്തിൻ്റെതാണോ, അല്ല ജനങ്ങളെ അക്രമത്തിലേക്കും സമാധാന ഭംഗത്തിലേക്കും നയിക്കുന്നതാണോ എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പെരിയ കൊലപാതകത്തിന് ശേഷം ആ വീട്ടിൽ പോയിട്ട് വികാരാധീനനായി കരഞ്ഞ ആളാണ്. അദ്ദേഹം ഇത്തരം സന്ദർഭങ്ങളോട് വളരെ മാനുഷികമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന ഐക്കൺ, ബിംബം നമുക്ക് മുന്നിലുണ്ട്. താങ്കൾ അതിക്രൂരനായിട്ടുള്ള ഒട്ടും ഈ മൃദു വികാരങ്ങളൊന്നും ഇല്ലാത്ത എന്ന നിലക്കാണ്, മൃദുവായ വികാരമില്ലാത്തയാൾ എന്ന നിലക്കുള്ള ഇമേജാണ് സൃഷ്ടിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് ദ്വന്ദ്വങ്ങൾ തമ്മിലുള്ള മത്സരം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ അല്ലാതെയുള്ള നിഷ്പക്ഷരെ വല്ലാത്ത തോതിൽ സ്വാധീനിക്കില്ലേ അത്? അവിടെ പോയിട്ട് കരഞ്ഞിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ 1987 കോൺഗ്രസിന്റെ ഭാഗമായിരുന്നില്ലേ? 87 കോൺഗ്രസിന് നേതാവായിരുന്നില്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ? അതേ കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് നടത്തി കഴിഞ്ഞു. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വേണ്ടി ചീമേനിയിലെ CPM ഓഫീസിൽ ഒത്തുകൂടിയ പാർട്ടി പ്രവർത്തകന്മാർക്ക് നേരെ തീവെപ്പ് നടത്തിയല്ലോ. ചുറ്റും വൈക്കോൽ കൂന കൂട്ടി എന്നിട്ട് തീയിട്ടു. രക്ഷപ്പെടാനാവാത്ത 5 പേര് ചുട്ടുകൊല്ലപ്പെട്ടു ചീമേനിയിൽ. 87 തെരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസം. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്നത്താ കരയാതിരുന്നത്? അപ്പോൾ കാപട്യമാണിതെല്ലാം.
CPM അക്രമം, CPM കൊല എന്നൊക്കെ പറഞ്ഞിട്ട് 5 പേരെ ചുട്ടുകൊന്നപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കിയോ ഈ മുല്ലപ്പള്ളി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ? രണ്ടാമതൊരു സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുന്ന KK രമയാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? RMP എന്നാണ്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ പാർട്ടി അവസരവാദപരമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു, വ്യക്തിപരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നു. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് അതേക്കുറിച്ച് വിധി എഴുതും. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വൈകാരികതയ്ക്ക് ഉണർത്തിവിടാൻ അല്ലെങ്കിൽ ഉണർത്തി വന്നാലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതല്ല. എനിക്ക് ഈ കൈക്ക് 4 വിരലുകളല്ലേ ഉള്ളൂ. ഈ വിരൽ ഇവിടെ പോയി? ജനിച്ച അവസരത്തിൽ ഈ വിരലുണ്ടായിരുന്നല്ലോ. ഇതാ ഈ കൈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്നില്ല, സ്പൂണ് കൊണ്ടാണ് ഇപ്പോൾ കഴിക്കാൻ പറ്റുക, ഇടത് കൈ കൊണ്ട്. അപ്പോൾ ഈ അക്രമത്തിനെതിരായിട്ടുള്ള വൈകാരിക അംശം ജനങ്ങളിൽ ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അക്രമത്തിൻ്റെ പേരിൽ CPM-നെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ LDF-നെ പ്രതിസ്ഥാനത്ത് നിർത്തുക, അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ കൊലപാതകം വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അതിൽ ചില ആളുകളെങ്കിലും താങ്കൾ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടാകും. അതിൽ പല ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളടക്കം, അവരുടെ ഉമ്മമാരും അമ്മമാരും അടക്കമുള്ള ആളുകൾ താങ്കളെ ഇതിൻ്റെ കൊലപാതകയുടെ സ്ഥാനത്ത് കാണുന്നുണ്ടാകണം. അങ്ങനെ കാണുമ്പോൾ വിഷമം ഉണ്ടാകില്ലേ? ആ ചോദ്യം തെരഞ്ഞെടുപ്പ് വേദിയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ മറികടന്നു പോവുക? അല്ല, കോടതിയിലെ പരിഗണനയിരിക്കുന്ന കേസുകളെ സംബന്ധിച്ച് ഞാനൊന്നും അഭിപ്രായം പറയുന്നില്ല. കേസുകളുടെ പേരിലൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം പാർട്ടി പരിശോധിച്ച് അതെല്ലാം തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ കോടതിക്ക് മുമ്പിലാണല്ലോ ഞാനിപ്പോൾ. CPM എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാനറിൽ ഞാൻ മത്സരിക്കുന്നു. ഞാൻ ആരാണെന്ന് പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിന് കൃത്യമായിട്ട് അറിയാം. ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, മറ്റാളുകൾക്കല്ല. കടുത്ത തീവ്രവാദികളുണ്ടാവും, മതഭ്രാന്തന്മാരുണ്ടാവും. അവർക്ക് മുന്നിൽ ഞാൻ അംഗീകരിക്കപ്പെടുന്ന ആളല്ലെങ്കിലും കേരളത്തിലെ ഒരു പൊതു മനസ്സുണ്ട്. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു പൊതു മനസ്സ്. ആ പൊതു മനസ്സിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ജനകീയ കോടതി. SNC ലാവ്ലിൻ കേസ്, അത്തരമൊരു കേസ് വന്നപ്പോൾ പിണറായി വിജയൻ ഈ ജനാധിപത്യ വേദികളിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇവിടെ പക്ഷേ താങ്കൾ ഈ 2 കൊലപാതക കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന താങ്കൾ, അന്വേഷണം നേരിടുന്ന താങ്കൾ മത്സരിക്കുകയാണ്. താങ്കൾ അതിനുവേണ്ടി അതേ പാർട്ടി തന്നെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ടോ, ഒരു ധാർമ്മിക പ്രശ്നം അതിനകത്തുണ്ടോ? അല്ല, ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരുടെയും മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ടല്ലല്ലോ. എൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു പാർട്ടി, അത് കോൺഗ്രസിനോ BJP-ക്കോ മുസ്ലിം ലീഗിനോ അതുപോലെയുള്ള ഒരു പാർട്ടിക്കും ഇല്ലാത്ത ഒരു പരിശോധനാ രീതിയുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിക്കുന്നു, വടകര മണ്ഡലത്തിൽ ജയരാജൻ മത്സരിക്കണം. ഞാൻ ആ തീരുമാനം അനുസരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള കാര്യങ്ങളെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു ആഘോഷാവസരമാക്കുകയും മറ്റും ചെയ്ത ഒരു സംഘാടന പാഠവും താങ്കൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ചിലയിടങ്ങളിൽ അത് കൊള്ളാവുന്ന കാര്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് വിശ്വാസ സംരക്ഷണം പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുമ്പോൾ BJP-യും കോൺഗ്രസും ഒരേ നിലപാടെടുത്ത് അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇങ്ങനൊരു സ്റ്റാൻഡ് കൂടെ നേരത്തെ എടുത്തൊരു നേതാവ് മത്സരിക്കുന്നിടത്ത് എന്ത് വിധിയാകും ഉണ്ടാവുക? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ജനലക്ഷങ്ങളിൽ മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടും CPI സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാർ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ കഴിയുമോ? അപ്പോൾ നാനാവിശ്വാസികളുടെ യോജിച്ച പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, യോജിച്ച ജീവിതത്തിന് വേണ്ടിയിട്ടാണ് CPM നിലകൊള്ളുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കണം. ആ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും, വർഗീയ തീവ്രവാദ ശക്തികൾ. അത് മുഖ്യമായിട്ടുള്ള വിപത്ത് RSS ആണ്. അപ്പോൾ RSS-നെതിരായിട്ട് ശക്തമായിട്ട് ജനങ്ങളെ അണിനിരക്കാൻ വേണ്ടി CPIM പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുന്നയിക്കുകയാണ്, പിണറായി വിജയൻ ശബരിമല തകർക്കാൻ ശ്രമിക്കുന്നു, നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ കാണുന്നുണ്ട് കർണാടകം, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗോവ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് വരുന്ന ശബരിമല തീർത്ഥാടകന്മാരുണ്ട്. അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് അടക്കം സൗജന്യമായിട്ടുള്ള ഭക്ഷണം അടക്കം കൊടുത്ത് നടത്തുന്നത് കണ്ണൂരിൽ CPIM രൂപീകരിച്ച സാന്ത്വന പരിചരണ പ്രസ്ഥാനമായിട്ടുള്ള IRPC-ആണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കെതിരാണ് എന്ന് ഈ RSS BJP-ക്കാർ പ്രചരിപ്പിച്ചാലും അതൊന്നും
വിശ്വാസികൾക്കിടയിൽ വിലപ്പോവാൻ വേണ്ടി ശബരിമല വിഷയം പക്ഷേ സ്ത്രീകളിൽ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? അതിപ്പോൾ CPM അനുകൂലികളായിട്ടുള്ള ആളുകൾക്കടക്കം ഇത് കുറച്ച് കടന്നുപോയി എന്നൊരു അഭിപ്രായം ഉണ്ടാവുകയില്ലേ? ഇല്ല, സ്ത്രീകൾക്കിടയിൽ രണ്ട് വിഭാഗവും. ഒന്ന്, പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾ തുടരണം എന്ന് വിശ്വസിക്കുന്നവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിലും മറ്റും ശബരിമല വിഷയത്തിൽ കുറേ സ്ത്രീകൾ മുന്നിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ ആർത്തവ സമയത്ത് വിളക്ക് കത്തിക്കൂല, ഞങ്ങൾ ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോകില്ല. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ പോകുന്നതിന് ഞങ്ങൾ എതിരാണ്. ശരിയാണ്, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞോ പിണറായി സർക്കാർ? CPM പറഞ്ഞോ? അതേസമയം സ്ത്രീകൾക്കിടയിൽ ആർത്തവത്തെക്കുറിച്ച് പഴയ ധാരണയിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ ആചാരപ്രകാരം ആർത്തവ സമയത്ത് സ്ത്രീ അടുക്കളയിൽ കയറുമോ, ഭക്ഷണം പാചകം ചെയ്യുമോ? അപ്പോൾ അതിൽ നിന്നൊക്കെ ആചാരങ്ങളിൽ മാറ്റം വന്നു. സ്ത്രീകൾക്കിടയിലുള്ള ആർത്തവ സമയത്തെ ആചാരത്തിലും മാറ്റം വന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്കിടയിൽ നിന്ന് അഭിപ്രായം വന്നു, ഞങ്ങൾ ആർത്തവ സമയത്ത് അശുദ്ധകളായിട്ട് ഞങ്ങളെ കണക്കാക്കുന്ന ശരിയല്ല. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഈ സമയത്ത് ശബരിമലയിൽ പോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ആർത്തവ സമയത്ത് വിളക്ക് കൊളുത്താൻ വിസമ്മതിക്കുന്ന സ്ത്രീയോട്, അമ്പലത്തിൽ പോകാൻ വിസമ്മതിക്കുന്ന സ്ത്രീയോട് നിങ്ങൾ നിർബന്ധമായി പോയിക്കൊള്ളണമെന്ന് CPM-ഓ LDF സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കൾക്ക് അനുകൂലികളായിട്ടുള്ള ആളുകളും മറ്റു പല കാര്യങ്ങളിലും അനുകൂലിക്കാത്ത ആളുകളും ചേർന്ന് പറയുന്ന ഒരു കാര്യം, താങ്കൾക്ക് വലിയ ജനപ്രിയത ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ജനപ്രിയത, ഈ പാർട്ടിയേക്കാൾ മുകളിൽ പോകുന്ന ജനപ്രിയത താങ്കൾക്ക് കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം വന്നിട്ടുണ്ട്. അത്തരം ചില ചെറിയ സംഗതികൾ പാർട്ടിക്കകത്തുണ്ടാവുകയും ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അവിടെ ഒരു വൈരുദ്ധ്യം, താങ്കൾ ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു, താങ്കൾ അതേസമയം തന്നെ ജനപ്രിയതയുണ്ട് താങ്കൾക്ക് എന്നും പറയുന്നു. ഈ രണ്ടും ചേർന്ന് അതെങ്ങനെയാണ് അതുണ്ടാകുന്നത്? താങ്കൾ അങ്ങനെ ആ കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ യഥാർത്ഥ ജനപ്രിയനാണോ അല്ലെങ്കിൽ താങ്കൾ വെറുക്കപ്പെടുന്നയാളാണോ? ഞാൻ ആദ്യമായിട്ട് MLA ആവുന്നത് UDF ഭരണകാലത്താണ്. അന്ന് ശ്രീ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആന്റണിയുടെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പെറ്റീഷൻ അദ്ദേഹം വായിച്ചു, അതിൻ്റെ അകത്ത് സൈൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരക്ക് കുറഞ്ഞ സമയത്താണ് പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിയമസഭയിൽ വരുന്നതിന് മുമ്പേ ജയരാജനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വേറൊരു ചിത്രമായിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഭീകരനാണ്, അക്രമിയാണ്, ആസൂത്രകനാണ് എന്നൊക്കെയുള്ള പ്രചരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനിച്ചിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമായി നിയമസഭയിൽ വന്നപ്പോൾ ഇദ്ദേഹം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസിനെ വിമർശിക്കും, BJPയെ വിമർശിക്കും, സമൂഹത്തിൽ തെറ്റ് കണ്ടാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും. അതുകൊണ്ടുകൂടിയാണ് എനിക്കുള്ള അംഗീകാരം. പിന്നെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ ഇല്ലാത്ത ഒരു സവിശേഷത CPM-നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ വിമർശനം, സ്വയം വിമർശനം. ഇപ്പം ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോരായ്മ വരുമ്പോൾ എൻ്റെ സഖാക്കൾ എന്നെ വിമർശിക്കും. അതല്ലെങ്കിൽ ഞാൻ അപ്രമാദിയാവുമല്ലോ, തെറ്റുപറ്റാത്തവനാണ് എന്നുള്ള തോന്നൽ എനിക്കുണ്ടാവും. അപ്പോൾ എൻ്റെ ഭാഗത്ത് പോരായ്മ വല്ലതും വരുന്നുണ്ടെങ്കിൽ വിമർശിക്കുക. ആ വിമർശനത്തിൽ സ്വയം വിമർശനപരമായിട്ട് ഞാൻ എന്തെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ടോ, അത് ഞാൻ ഉൾക്കൊള്ളുക. അതല്ലേ ഉത്തമനായിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്കുള്ള ഒരു സവിശേഷതയാണ്, വിമർശനം, സ്വയം വിമർശനം. താങ്കൾ ഈ പാർട്ടിയേക്കാൾ കൂടുതൽ വളരുന്നതുകൊണ്ട് താങ്കളെ ജില്ലയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് മത്സരിപ്പിക്കുന്നത് കാര്യങ്ങളും പറഞ്ഞാൽ? അല്ലല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ച്, സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥമാണ്. ഇത് പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട്. വടകര മണ്ഡലം തിരിച്ചു പിടിക്കണം, അതിന് പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥി P. ജയരാജനാണ്. ഞാൻ മത്സരിക്കുന്നു, പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുന്നു. തീർച്ചയായിട്ടും ആ പാർട്ടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. TP ചന്ദ്രശേഖരനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത ആ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നുണ്ടാവുക? താങ്കൾ ചർച്ച നടത്താൻ വേണ്ടി പോകുന്നു, കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ താങ്കൾ തന്നെ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് വിമർശനം വരികയും ചെയ്യുക. ഈ ചന്ദ്രശേഖരൻ ഞങ്ങളൊക്കെ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞവരാണ്. അത് നാൽപ്പാടി വാസു കേസുണ്ടല്ലോ, FIR-ൽ 1-ാം പ്രതിയായിരുന്നു സുധാകരൻ. ആ പ്രതിസ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതിനെതിരായിട്ട് കോഴിക്കോട് IG ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ഞാനും MV ജയരാജനും ചന്ദ്രശേഖരനും വേണു, ഇപ്പോഴത്തെ RMPയുടെ നേതാവ് വേണു അടക്കം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മർദ്ദനമേറ്റ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി, അവിടെ നിന്ന് ജയിലിൽ അടക്കപ്പെട്ടു. അപ്പോൾ ആ ബന്ധം വെച്ച്
ഈ CPM-നെതിരായിട്ട് ഇത്തരമൊരു ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുത്ത് പോകുന്നത് ശരിയല്ല എന്ന് അവരുടെ അഭ്യുദയകാംക്ഷികളിൽ അഭിപ്രായമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലത്ത് വേണുവായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് മേലെ വേണുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രശേഖരനെയും കൂട്ടി വരാം എന്ന് പറഞ്ഞിട്ടാണ് വേണു പോയത്. പക്ഷെ ചന്ദ്രശേഖരൻ വന്നില്ല. പിന്നീട് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വരുന്നതായിട്ട് മനസ്സിലാക്കി. അന്നേരത്തും അഭ്യുദയകാംക്ഷികളാണ്, ഞാൻ നേരിട്ടല്ല, അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു നമുക്ക് ചന്ദ്രശേഖരൻ വരുന്നുണ്ട്, ഇപ്പോൾ ചന്ദ്രശേഖരൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്, അങ്ങനെ സംസാരിക്കും എന്ന് സമയമടക്കം നിശ്ചയിച്ചതാണ്. പക്ഷേ ഏതോ ഒരു ശക്തി ചന്ദ്രശേഖരനെ പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അത് ജയരാജൻ എന്ന വ്യക്തി തീരുമാനിച്ചതല്ല. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായിയുടെ സമ്മതത്തോടു കൂടിയാണ് അത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചത്. ഞങ്ങളെയൊക്കെ പിന്നീട് ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഈ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്നപ്പോൾ ഞങ്ങളെയൊക്കെ അതിൽ പ്രതിയേർക്കാൻ വേണ്ടി വലതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രചരണം നടത്തിയിട്ടുണ്ട്. അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് കൊണ്ടാണെന്നാണ് ഞാൻ സംസാരത്തെ തടഞ്ഞ ശക്തി ആരാണെന്ന് പറയാനോ അല്ലെങ്കിൽ തോന്നാനോ അങ്ങനെ അല്ല. അതിപ്പോ ഞങ്ങൾക്ക് തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ചില സംശയങ്ങൾ ഉണ്ടാകും. അല്ല, എല്ലാ സംശയങ്ങളും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അങ്ങനെയുള്ള മാധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട്, നിഷേധിച്ചത് കൊണ്ടാണ് പിന്നീട് ശത്രുത ഉണ്ടായത് എന്നും പറയാം അവർക്ക്, അല്ലേ? ഇപ്പോൾ വേണു പിന്നീട് അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്കിടയിൽ നിലനിൽക്കണ്ടേ. അപ്പം അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയമായിട്ട് പലതരം അപവാദ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും നടത്തും. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ടാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. അതാണ് അടിവരയിട്ട് പറയാനുള്ളത്. ശ്രീമതി കെ രമ, താങ്കൾക്ക് വ്യക്തിപരമായി തന്നെ ബന്ധമുള്ള ആളായിരിക്കണം. TP ചന്ദ്രശേഖരനുമായിട്ടൊക്കെ സഹപ്രവർത്തനമായിട്ടുള്ള ആളാണ്. അവരുടെ മനസ്സിൽ താങ്കൾ വളരെയേറെ വെറുക്കപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ പല സ്ത്രീകളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകളുടെ, ഷുഹൈബിൻ്റെയും അരിയിൽ ഷുക്കൂറിൻ്റെയും ഉമ്മമാർ, അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ വെറുക്കപ്പെട്ട ആളാണ്. അത് മാനസികമായ പ്രയാസം ഉണ്ടാക്കില്ലേ? അവരുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വരുന്നത് വലിയ തോതിൽ ജനമേറ്റെടുക്കില്ലേ താങ്കൾക്കെതിരായിട്ട്? അല്ല, അതായത് പുരുഷന്മാരും സ്ത്രീകളും CPM-ൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെയും നിലപാടുകൾ അംഗീകരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ. വലതുപക്ഷക്കാർക്കൊപ്പവും അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുന്നു, നുണപ്രചരണം നടത്തുന്നു, ആസൂത്രിതമായിട്ട് ഞങ്ങളെയൊക്കെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിൽ ഞങ്ങൾ ബേജാറായിട്ട് എന്താ കാര്യം? വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ അത് നല്ല ശക്തിയായിട്ട് CPM എതിർത്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ പ്രത്യേകമായ ഒരു വിഷയവുമുണ്ട്, TP ചന്ദ്രശേഖരന്റെ ബന്ധം. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് അവരിപ്പോൾ മുന്നണിക്കകത്താണ്. അവരുടെ വോട്ട് ഒന്നാകെ തന്നെയും ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അല്ല, LDF-ലെ ഘടക പാർട്ടികളെല്ലാം ഒറ്റ മനസ്സോടുകൂടിയാണ് സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവരുമായിട്ട് ഭിന്നതയുടെ യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. യോജിച്ച പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളെല്ലാം ഒറ്റ മനസ്സോടുകൂടി നടത്തും. പരാജയപ്പെടുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും വരവുണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രവർത്തനം? എല്ലാ ജനങ്ങൾ എങ്ങനെ വിധി കൽപ്പിക്കും എന്നത് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. വടകര ഇത്തവണ ഞങ്ങൾ തിരിച്ചുപിടിക്കും. LDF ചരിത്ര വിജയം നേടും. വളരെ നന്ദി. ഓക്കെ.